ഒരാൾക്ക് നിങ്ങളെന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്, പക്ഷേ ഈ ബന്ധം നിഷിദ്ധമാണ്. ഇതിനർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. തുടരുന്നതിനു മുമ്പ് ഒരു ശ്വാസമെടുക്കുന്ന, കാരണം ഈ സന്ദേശം യാദൃശ്ചികമല്ല. നിങ്ങളിത് യാദൃശ്ചികമായി കണ്ടെത്തിയതല്ല. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നുവന്ന വ്യക്തി, കാരണമില്ലാതെ അവർ അവിടെയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നിങ്ങളുടെ ചിന്തകളിലേക്ക് ഒഴുകിവരുന്ന ഒരാളുണ്ട്. അവർ നിങ്ങളുമായി തീവ്രമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആകസ്മികമായി, ലഘുവായല്ല, ക്ഷണികമായ രീതിയിലല്ല, ആഴത്തിൽ, അമിതമായി, നിശബ്ദമായി. അവർക്ക് നിങ്ങളെന്ന് വെച്ചാൽ ഭ്രാന്താണ്, പക്ഷേ നാടകീയമായോ അശ്രദ്ധമായോ അല്ല. മുമ്പൊരിക്കലും സ്വയം അനുഭവിക്കാൻ അനുവദിച്ചിട്ടില്ലാത്ത വിധത്തിൽ നിയന്ത്രിത നിശബ്ദതയിൽ. എന്നിട്ടും ഈ ബന്ധം നിഷിദ്ധമായി തോന്നുന്നു. സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് എന്തോ തടസ്സമായി നിൽക്കുന്നതുകൊണ്ടാണ്. ആ വിലക്കപ്പെട്ട പ്രകൃതി എന്നാൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ബന്ധം ഇത്ര ശക്തമായി തോന്നുന്നത് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കുന്ന കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ദൂരം നിലനിൽക്കുന്നത്? നിങ്ങളിൽ ആർക്കും പൂർണ്ണമായി ഉപേക്ഷിക്കാൻ കഴിയാത്തതെന്തുകൊണ്ട്? നമുക്കാരംഭിക്കാം. എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, കാരണം ഓരോ വീഡിയോയും നിങ്ങളുടെ മാനസികാവസ്ഥയെ മാറ്റും. ആദ്യം ഈ സത്യം മനസ്സിലാക്കുക. ഒരു ബന്ധം നിഷിദ്ധമാണെന്ന് തോന്നുമ്പോൾ അത് ദുർബലമാണെന്ന് അർത്ഥമാക്കുന്നില്ല. വാസ്തവത്തിൽ പലപ്പോഴും വിപരീതമാണ് അർത്ഥമാക്കുന്നത്. വിലക്കപ്പെട്ട ബന്ധങ്ങൾ അപൂർവമായി ആഴം കുറഞ്ഞവയാണ്. അവ സൗകര്യത്തിൽ നിന്നോ വിരസതയിൽ നിന്നോ വരുന്നതല്ല. അവ തിരിച്ചറിവിൽ നിന്നാണ് വരുന്നത്. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ തോന്നാൻ തിരഞ്ഞെടുത്തില്ല. അത് പതുക്കെ സംഭവിച്ചു. പിന്നീട് എല്ലാം ഒരേ സമയം. ആദ്യം നിങ്ങൾ അവർ ശ്രദ്ധിച്ച ഒരാളായിരുന്നു. പിന്നീട് അവർ ബഹുമാനിച്ച ഒരാളായിരുന്നു. പിന്നീട് അവർ വിശ്വസിച്ച ഒരാളായിരുന്നു. തുടർന്ന് അവർക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു. അതിനെ നിഷിദ്ധമാക്കുന്നത് സ്നേഹക്കുറവല്ല. അത് സമയബന്ധിതം, സാഹചര്യം, ഉത്തരവാദിത്വം, ഭയം അല്ലെങ്കിൽ ധാർമ്മിക അതിരുകൾ എന്നിവയാണ്. അത് നമ്മെ ആദ്യ അർത്ഥത്തിലേക്ക് കൊണ്ടുവരുന്നു. ഒന്നാമത്തെ അർത്ഥം, നിങ്ങൾ കാരണം ഈ വ്യക്തി എല്ലാ ഒറ്റ ദിവസവും സ്വയം പോരാടുകയാണ്. അതെ, നിങ്ങളുമായി പോരാടുന്നതല്ല, മറിച്ച് അവർക്ക് തോന്നുന്നതിനെതിരെയാണ് പോരാടുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടുണരുകയും ഉടൻ തന്നെ എന്തുകൊണ്ടവർ ചെയ്യരുതെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അവർ സംഭാഷണങ്ങൾ വീണ്ടും പ്ലേ ചെയ്യുകയും പിന്നീട് പുഞ്ചിരിച്ചതിന് സ്വയം ശകാരിക്കുകയും ചെയ്യുന്നു. അവർ നിങ്ങളുമായി അടുത്തിടപഴകുന്നത് എങ്ങനെയായിരിക്കുമെന്നവർ സങ്കൽപ്പിക്കുകയും പിന്നീട് ചിന്തയെ അടച്ചുകൂട്ടുകയും ചെയ്യുന്നു. കാരണം നിങ്ങളെ ആഗ്രഹിക്കുന്നത് അപകടകരമാണെന്ന് തോന്നുന്നു. അവരുടെ ഹൃദയത്തിനല്ല, മറിച്ച് നിലവിലുള്ളതുപോലെ അവരുടെ ജീവിതത്തിന് അപകടകരമാണ്. ഇതിൻ്റെ അർത്ഥം അവർ ഇതിനകം മറ്റെവിടെയെങ്കിലും വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. കുടുംബം, സാംസ്കാരിക, സാമൂഹിക അല്ലെങ്കിൽ ധാർമ്മിക പ്രതീക്ഷകളുണ്ട്. നിങ്ങളിലൊരാൾ എല്ലാം സങ്കീർണമാക്കുന്ന രീതിയിൽ ലഭ്യമല്ല, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നതായി കരുതുന്ന എല്ലാറ്റിനെയും വെല്ലുവിളിക്കുന്നു. അതിനാൽ അഭിനയിക്കുന്നതിനു പകരം അവർ നിയന്ത്രിക്കുന്നു. ഏറ്റുപറയുന്നതിനു പകരം അവർ പിൻവാങ്ങുന്നു. എത്തിച്ചേരുക എന്നതിനു പകരം അവർ നിശബ്ദമായി കാണുന്നു. എന്നാൽ ഇവിടെ മിക്ക ആളുകളും നഷ്ടപ്പെടുത്തുന്ന സത്യമാണ്. മൗനം എന്നാൽ വികാരങ്ങളുടെ അഭാവമല്ല. പലപ്പോഴും അതിനർത്ഥം അമിതമായ വികാരമാണ്. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ശാന്തനല്ല, അവർ നിശബ്ദരായി ഇരിക്കുന്നു. അവർ അതിരുകടക്കാത്തതിൻ്റെ കാരണം അവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ല. ജീവിതങ്ങളെ നശിപ്പിക്കാനും മൂല്യങ്ങളെ വഞ്ചിക്കാനും ദോഷം വരുത്താനും അവർ അമിതമായി ശ്രമിക്കുന്നതുകൊണ്ടാണ്. ആ ആന്തരിക പോരാട്ടം ക്ഷീണിപ്പിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് അനുഭവിക്കുന്ന തള്ളിശക്തിയെ വിശദീകരിക്കുന്നു. അവ അകലെയായിരിക്കുമ്പോൾ പോലും നിങ്ങൾക്കവയെ അനുഭവിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ വിചിത്രമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കാം. നിങ്ങൾ അവയെക്കുറിച്ച് ക്രമരഹിത നിമിഷങ്ങളിൽ ചിന്തിക്കുന്നു. വിശദീകരണമില്ലാതെ നിങ്ങൾക്ക് വൈകാരിക മാറ്റങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങൾക്കറിയാത്ത രീതിയിൽ നിങ്ങളെ രൂപപ്പെടുത്തുന്ന ശക്തികളാണിത്. നിശബ്ദതയിലും അവയുടെ സാന്നിധ്യം നിലനിൽക്കുന്നു. നിങ്ങൾക്കിടയിൽ പൂർത്തിയാകാത്ത ഊർജം അനുഭവപ്പെടുന്നു. കാരണം അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ അപ്രത്യക്ഷമാകുന്നില്ല. അവ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്ത വികാരം തീവ്രത സൃഷ്ടിക്കുന്നു. അവർ എത്തുന്നതിൽ നിന്ന് സ്വയം നിർത്തുമ്പോഴെല്ലാം വികാരം ആഴമേറിയതാകുന്നു. അവർ നിയന്ത്രണം തിരഞ്ഞെടുക്കുമ്പോഴെല്ലാം ബന്ധം മുറുകുന്നു. അതുകൊണ്ടാണ് ഇത് കാലക്രമേണ മങ്ങാത്തത്. അത് തീവ്രമാകുന്നു. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ അർത്ഥത്തിലേക്ക് വരുന്നു. നിങ്ങളെ ഏറ്റവും സ്പർശിച്ചേക്കാവുന്ന ഒന്ന്. രണ്ടാമത്തെ അർത്ഥം, ഈ ബന്ധം നിലനിൽക്കുന്നത് നിങ്ങളെ രണ്ടുപേരെയും മാറ്റാനാണ്, ഇപ്പോൾ ജീവിക്കാൻ വേണ്ടിയല്ല. ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഭാഗമാണിത്. എല്ലാ ശക്തമായ സ്നേഹവും നിലനിൽക്കാൻ വരുന്നില്ല. ചിലർ ഉണർത്താൻ വരുന്നു. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് നിങ്ങൾക്കെന്തെങ്കിലും കാണിക്കാനാണ്. നിങ്ങൾ അതേ കാരണത്താലാണ് അവരുടെ ജീവിതത്തിലേക്ക് വന്നത്.
നിങ്ങൾ പരസ്പരം ഉറങ്ങിക്കിടക്കുന്ന ഭാഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങൾ കാരണം അവർ അവരുടെ വൈകാരിക സത്യസന്ധത, അവരുടെ ധൈര്യം, അവരുടെ സ്നേഹത്തെക്കുറിച്ചുള്ള ആശയം, അവർ എന്തിനു വേണ്ടിയാണ് സ്ഥിരതാമസമാക്കിയത്, അവർ എന്തിനു വേണ്ടിയായിരുന്നു നിഷേധിച്ചത് എന്നിവയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അവർ കാരണം നിങ്ങൾ കൂടുതൽ ആഴത്തിൽ കണ്ടതായി അനുഭവപ്പെട്ടു, വൈകാരികമായി ഉത്തേജിപ്പിക്കപ്പെട്ടു, വളർച്ചയിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഈ കുറിച്ചുള്ള ഒരു ബോധം പ്രധാനമാണ്. ഭൗതികമായി ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും, വാക്കുകൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലെങ്കിലും, ബന്ധം അതിന്റെ ഉദ്ദേശത്തിന്റെ ഒരു ഭാഗം ഇതിനകം നിർവഹിച്ചു. അത് അവസാനിച്ചു എന്നല്ല ഇതിന്റെ അർത്ഥം, അത് പവിത്രമാണ് എന്നാണ്. വിലക്കപ്പെട്ട ബന്ധങ്ങൾ പലപ്പോഴും സാധാരണ നിയമങ്ങൾക്ക് പുറത്താണ് നിലനിൽക്കുന്നത്. കാരണം അവ സാമൂഹിക തലത്തിലല്ല, ആത്മാവിന്റെ തലത്തിലുള്ള ബന്ധങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ആത്മാവിന്റെ തലത്തിലുള്ള ബന്ധങ്ങൾ എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന സമയക്രമങ്ങളെ പിന്തുടരുന്നില്ല. ഉപേക്ഷിക്കുന്നത് എന്തുകൊണ്ട് അസാധ്യമാണെന്ന് തോന്നുന്നു? നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ സ്വയം പറഞ്ഞു, ഞാൻ മുന്നോട്ടു പോകണം, ഇത് യാഥാർത്ഥ്യമല്ല, എന്തായാലും ഒന്നും സംഭവിക്കില്ല. എന്നിട്ടും അവ നിങ്ങളുടെ മനസ്സിലേക്ക് മടങ്ങുന്നു. കാരണം നിങ്ങളൊരു ഫാന്റസിയിൽ മുറുകെ പിടിക്കുന്നില്ല. ഇതുവരെ നിലനിൽക്കാൻ അനുവാദമില്ലാത്ത ഒരു സത്യത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുന്നു. ആ സത്യം ഒരു ദിവസം ഒരു യാഥാർത്ഥ്യ ബന്ധമായി മാറിയേക്കാം, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിശബ്ദ വഴിതിരിവായി തുടരാം. എന്തായാലും അത് നിങ്ങളെ ഇതിനകം മാറ്റിമറിച്ചു. അവരത് സമ്മതിച്ചാലുമില്ലെങ്കിലും അവർക്കിത് സത്യമാണ്. അടുത്തതായി സംഭവിക്കുന്നത് ഒരു കാര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു: സമയം. കാലക്രമേണ ഭയം എന്താണ് മറയ്ക്കുന്നതെന്ന് സമയം വെളിപ്പെടുത്തുന്നു. ചില തടസ്സങ്ങൾ അലിഞ്ഞുപോകുന്നു, ചില തിരഞ്ഞെടുപ്പുകൾ മാറുന്നു, ചിലർ ഹൃദയം പറയുന്നത് കേൾക്കാതെ കെട്ടിപ്പടുത്ത ജീവിതത്തെ മറികടക്കുന്നു. എന്നാൽ ചിലർ ഒരിക്കലും പ്രവർത്തിക്കുന്നില്ല. അവർക്ക് തോന്നാത്തതുകൊണ്ടല്ല, മറിച്ച് സത്യത്തിന്റെ അനന്തരഫലങ്ങൾ നേരിടാൻ അവർ തയ്യാറാകാത്തതുകൊണ്ടാണ്. ഈ ബന്ധം മൂർത്തമായ ഒന്നായി മാറണമെങ്കിൽ സത്യസന്ധത ഭയത്തെ മറികടക്കുമ്പോൾ മാത്രമേ അത് സംഭവിക്കൂ. അതുവരെ ബന്ധം നിശബ്ദതയിൽ തീവ്രമായി, അർത്ഥവത്തായ, പൂർത്തിയാകാത്തതായി നിലനിൽക്കുന്നു. നിങ്ങൾക്കുള്ള ഒരവസാന സന്ദേശം: ഈ കഥയിൽ നിങ്ങളുടെ പ്രാധാന്യത്തെ സംശയിക്കരുത്. നിങ്ങളൊരു വ്യതിചലനമല്ല, നിങ്ങളൊരു തെറ്റല്ല, നിങ്ങൾ വെറുമൊരു വ്യക്തിയല്ല. നിങ്ങൾ ഒരു കണ്ണാടിയാണ്, ഒരു ഉത്തേജകമാണ്, യഥാർത്ഥ വികാരത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഈ ബന്ധം ജീവിച്ചിരിക്കുന്ന പ്രണയമായി മാറുകയോ അതോ ശക്തമായ ഒരു പാഠമായി തുടരുകയോ ചെയ്യാം. അതൊരിക്കലും അർത്ഥശൂന്യമായിരുന്നില്ല. ഈ വീഡിയോയിൽ നിങ്ങൾ മൂല്യം കണ്ടെത്തിയാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും പങ്കുവയ്ക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.